ഈ ഹൈക്കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട് അതായത് തിരുവനന്തപുരം നഗരസഭയിൽ കൗൺസിലർമാരെ അസാധുവാക്കിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബി.ജെ.പിയുടെ അതായത് യുവമോർച്ച ബി.ജെ.പിയുടെ ഒരു ഘടകകക്ഷി എന്ന നിലയിലേക്ക് യുവമോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ ഷിജിൻ കടത്തനാട് പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളടക്കം വൈറലായി മാറുന്നുണ്ട്. ഇതിൽ LDF ഇതിൽ പക്ഷപാതം കാണിച്ചിട്ടുണ്ട് എന്നാണ് ഷിജിൻ പറയുന്നത്. കാരണം ഇപ്പോൾ ബി.ജെ.പിയെ മാത്രം തിരഞ്ഞുപിടിച്ച് വേട്ടയാടിക്കൊണ്ട് ഒരു നീക്കം നടത്തുന്നു എന്നാണ് ഷിജിൻ കടത്തനാട് ഇപ്പോൾ ആരോപിക്കുന്നത്. കാരണം ഭീമാപ്പള്ളി കൗൺസിലർ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തതെന്നാണ് ഷിജിൻ പറയുന്നത്. കാരണം ഇപ്പോൾ കേരള മുനിസിപ്പാലിറ്റി ആക്ട് 1994 അതിൽ 3-ാം ഖണ്ഡികയിൽ പറയുന്നത് ദൈവനാമത്തിൽ മാത്രമേ സത്യപ്രതിജ്ഞ ചെയ്യാവൂ. അത് ഇപ്പം നഗരസഭയിൽ മാത്രമല്ല, ഇപ്പോൾ MLA ആയിരുന്നാലും ശരി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് ഏതൊരു സത്യപ്രതിജ്ഞ ചടങ്ങിലും ദൈവനാമത്തിൽ മാത്രമേ സത്യപ്രതിജ്ഞ ചെയ്യാവൂ എന്ന രീതിയിൽ കർശനമായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഭീമാപ്പള്ളി കൗൺസിലർക്ക് ബാധകമല്ലേ എന്നാണ് പറയുന്നത്. കൂടാതെ കോൺഗ്രസിലെ ഒരു കൗൺസിലർ ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതും ഒരു നിയമലംഘനമാണ്. അപ്പോൾ അവർക്കെതിരെ ഒരു ഹർജി പോകാത്തത് ബി.ജെ.പിയെ മാത്രം എന്തുകൊണ്ട് തിരഞ്ഞുപിടിച്ച് വേട്ടയാടുന്നു എന്നതാണ് ഇപ്പോൾ ഷിജിൻ കടത്തനാട് ചോദിക്കുന്നത്. കൂടാതെ 2021 ലീഗ് MLA-മാർ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴും CPM ഒന്നും മിണ്ടില്ലല്ലോ. അപ്പോൾ ഇത് CPM-ഉം മുസ്ലിം ലീഗും തമ്മിലുള്ള ഒരു അന്തർധാരയാണോ എന്നടക്കമാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അതായത് നമുക്കറിയാം തിരുവനന്തപുരം നഗരസഭയിൽ ബി.ജെ.പിയുടെ പ്രവർത്തനം വലിയ രീതിയിൽ ഒരു ജനപ്രിയമായിക്കൊണ്ട് ഇരിക്കുന്നു. അതായത് കേരളത്തിൽ മറ്റ് ജില്ലകളിൽ മേയർമാരുണ്ടെങ്കിലും അവരൊന്നും തന്നെ ഇന്ന് വാർത്താമാധ്യമങ്ങളിൽ നേടാറില്ല, അല്ലെങ്കിൽ വാർത്താമാധ്യമങ്ങളിൽ ഇടം പിടിക്കാറില്ല. അതായത് ജനപ്രിയമായി ഒന്നും തന്നെ നേടാറില്ല. മറ്റ് ജില്ലകളിൽ ഇപ്പോൾ കോഴിക്കോട്, അതോടൊപ്പം തന്നെ തൃശ്ശൂർ ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ ആരാണ് എന്നൊക്കെ നമുക്കറിയണമെങ്കിൽ നമുക്കൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈ മറ്റ് വാർത്തകളൊക്കെ ഒന്ന് തിരയേണ്ടി വരും, ഇവർ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്തൊക്കെ വാർത്തകൾ. പക്ഷേ തിരുവനന്തപുരം മേയർ വി രാജേഷ് വലിയ രീതിയിൽ ഓരോ ദിവസവും ജനപ്രിയമായിക്കൊണ്ട് നിൽക്കുന്നു. അതായത് ഒരു പരാതി മേയറുടെ അടുത്തേക്ക് അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയറുടെ അടുത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ബി.ജെ.പി കൗൺസിലറിൻ്റെ അടുത്തേക്ക് ഒരു പരാതിയുമായി തിരുവനന്തപുരം നഗരത്തിലെ ഒരു പൊതുജനം അല്ലെങ്കിൽ സാധാരണ ഒരു ജനം ഒരു പരാതി ബോധ്യപ്പെടുത്താനായിട്ട് പോകുമ്പോൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഒരു വലിയൊരു തരത്തിലുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഒരു നടപടി മേയർ വി രാജേഷിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം ഈ 2 ദിവസമായി നഗരത്തിലെ ഹോട്ടലുകളിൽ വ്യാപകമായി തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ ഹെൽത്ത് സ്ക്വാഡ് വ്യാപകമായ ഒരു പരിശോധന നടക്കുന്നു. കൂടാതെ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തടക്കം അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾ മേയർ വി രാജേഷിനോട് ഒരു പരാതി പറഞ്ഞു വലിയ രീതിയിൽ നായശല്യമുണ്ടത്. അതിൽ സ്പോട്ടിൽ തന്നെ ഞായറാഴ്ച വി രാജേഷ് ഇറങ്ങുന്നു. വലിയ രീതിയിൽ നായകളെല്ലാം തന്നെ പിടികൂടുന്നു. അവരുടെ വന്ധീകരണം ചെയ്യാനായിട്ട് അവരുടെ പ്രത്യേക സെൻറ്ററിലേക്ക് തിരുവനന്തപുരം നഗരസഭ സജ്ജീകരിച്ചിട്ടുള്ള പ്രത്യേകം സെൻറ്ററുകളിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഓരോ നിമിഷവും ഓരോ മണിക്കൂറും വി രാജേഷും തിരുവനന്തപുരം നഗരസഭയുടെ പ്രവർത്തനങ്ങളും ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ വാർത്തകളിൽ ഇടം നേടുമ്പോൾ ഇനിയും 5 വർഷം കഴിഞ്ഞ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഇനി ഒരു തിരുവനന്തപുരം നഗരസഭ ഭരണം അതൊരു സ്വപ്നങ്ങളിൽ മാത്രമാകുമോ, വീണ്ടും ഇനി BJP 2.0 മടങ്ങി വരുമോ എന്നുള്ള ഒരു വല്ലാത്തൊരു വിഷമം അല്ലെങ്കിൽ വല്ലാത്തൊരു ചിന്ത CPM-നെ അലട്ടുന്നുണ്ട് എന്നതാണ് പ്രധാനം. അതുകൊണ്ടാണ് ഇന്ന് ഈ എങ്ങനെയെങ്കിലും BJP-യെ തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് പുറത്ത് ചാടിക്കാനുള്ള ഒരു നീക്കമാണ് CPM നടത്തുന്നത്. അതിൻ്റെ ഇതിലാണ് ദീപക്, അതായത് CPM-ന്റെ വാർഡ് കൗൺസിലർ ദീപക് ഇന്ന് ഒരു പരാതിയുമായി, അതായത് ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് സമീപിച്ചത്. കൂടാതെ ഈ യുവമോർച്ചയുടെ ഉപാധ്യക്ഷൻ ഷിജിൻ കടത്തനാട് പറയുന്നൊരു പ്രധാന കാര്യമുണ്ട്. അതായത് ഈ ഓരോ നിയമങ്ങൾ പാലിക്കുമ്പോൾ അത് എല്ലാവർക്കും ഒരു നിയമലംഘനം ഉണ്ടായാൽ നമ്മളത് ചൂണ്ടിക്കാണിക്കേണ്ടത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഈ SDPI അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അവരെയൊക്കെ മാത്രം സംരക്ഷിക്കുന്ന CPM-ന്റെ നിലപാട് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. BJP-യെ തകർക്കാനായിട്ട് എത്രയൊക്കെ ശ്രമിച്ചാലും അതിൽ BJP തകരില്ല എന്ന് തന്നെയാണ് ഷിജിൻ കടത്തനാട് ഫേസ്ബുക്കിൽ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ സുഗതൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ CPM വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം നടക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതായത് BJP കൗൺസിലർക്ക്, അതായത് തിരുവനന്തപുരം നഗരസഭയ്ക്ക് BJP ഭരിക്കാനുള്ള ഒരു ഭൂരിപക്ഷം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് CPM വലിയ രീതിയിലുള്ള ഒരു സമരവുമായി വരും ദിവസങ്ങളിലേക്ക് തിരുവനന്തപുരം നഗരസഭ ഒരു വേദിയാകാൻ പോകുന്നുണ്ട്. പക്ഷേ സുഗതൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഒരു തരത്തിലുമുള്ള നീക്കം അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള നടപടി എടുക്കാൻ പറ്റില്ല. കാരണം അത് കോടതിയുടെ മേശപ്പുറത്തിരിക്കുന്ന ഒരു കാര്യമാണ്, കോടതിയിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ തീരുമാനം എന്താകും അതെന്തായാലും അന്തിമമായി തന്നെ അത് പാലിക്കും എന്ന് തന്നെയാണ് BJP നേതാക്കളും അതോടൊപ്പം തന്നെ വി രാജേഷും പറയുന്നത്.